नहीं छक्के साले हरामखोर कमीने कहीं के। तेरी ये हिम्मत कि अपन के मोहल्ले में अपन को चैलेंज करता है। अरे तू नहीं जानता कि तूने एक शेर की मांग में हाथ डाल दिया है। बाहर निकल साले हरामखोर, बाहर निकलता है कि नहीं छक्के? तेरे को ऐसी मार मारूंगा कि मोहल्ला क्या बंबई से गायब कर दूंगा। बाहर निकल साले हरामखोर। रुक जाओ, आज के लिए बहुत हो गया। आइंदा अगर अब उनके सामने आएगा तो बच के नहीं जाएगा। हाँ विष्णु मारो। നമ്മൾ തോറ്റില്ല മോളെ. ഇനി നമുക്കൂടെ ധൈര്യമായിട്ട് ജീവിക്കാം. ഒന്നും പേടിക്കാനില്ല. ഇല്ല വിഷ്ണുട്ട, ഇനിയാണ് പേടിക്കേണ്ടത്. ഇനി ഒരിക്കലും സ്വസ്ഥമായിട്ട് നമുക്കിവിടെ കഴിയാൻ പറ്റില്ല.
അവരിനിയും വരും, ഇനിയും വഴക്കുണ്ടാക്കും. വിഷ്ണുവേട്ടൻ ഈ തെരുവിൽ ഒരു ഗുണ്ടയായിട്ട് ജീവിക്കേണ്ടി വരും. വേണ്ട, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാ ഈ കഷ്ടപ്പെട്ടതൊക്കെ. ഇനി ഇവിടെ നിന്ന വിഷ്ണുവേട്ടൻ എനിക്കില്ലാണ്ടായിന്ന് വരും. നമുക്ക് ഈ നഗരം വേണ്ട വിഷ്ണുവേട്ട, ഇവിടുത്തെ ജീവിതവും വേണ്ട. രണ്ടുപേര് എന്റെ കൂടെ വാ. പെട്ടി സാധനങ്ങളൊക്കെ എടുത്തോ. പറഞ്ഞത് മനസ്സിലായില്ലേ? പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് എന്റെ കൂടെ വരാൻ. थोड़ा वेट करो. अरे पापया, ये सामान लेकर ऊपर आओ. ഞാൻ എന്താ ചെയ്യാ രാമേട്ടാ, ഞാൻ എന്താ ചെയ്യാ രാമേട്ടാ എന്ന് പറഞ്ഞ് താൻ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്താ ചെയ്യേണ്ടെന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് അനുസരിക്കുക. വരെ തീരുമാനം എടുക്കാൻ വൈകിയോ എന്നൊരു പ്രയാസമുള്ളൂ ഇപ്പൊ എനിക്ക്. തനിക്കും അരുന്ധതിക്കും ഇന്നു മുതൽ ഇവിടെ താമസിക്കാം. സൗകര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എങ്കിലും മനസമാധാനം ഉണ്ടാവും. സ്ട്രീറ്റിലൊരു ദാതയായിട്ട് ജീവിക്കേണ്ട ഗതികേട് തനിക്ക് ഇവിടെ വരില്ല, അത് ഉറപ്പാ. രാമേട്ട, തനിക്ക് വേണ്ടി ഞാൻ വലിയൊരു ത്യാഗം ചെയ്യാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് എന്റെ മോള് ആരോഗ്യത്തോടെ വളരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും ഈ നഗരത്തിൽ നിന്നാ ചിലപ്പോ അത് സാധിക്കാതെ പോയെന്ന് വരും. എന്താ രാമേട്ട അതൊക്കെ? ഇവളും കുട്ടികളും ഇന്നത്തെ ട്രെയിനിൽ നാട്ടിലേക്ക് പോവാ. ഇവളുടെ ഓഹരിയിൽ കിട്ടിയ പഴയൊരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട് നാട്ടില്. 6 മുറികളുണ്ട് മൊത്തം. ഇവിടെ ഈ കുടിസുമുറിയിൽ ജീവിച്ച് ശീലിച്ച ഇവർക്ക് അവിടെ ചെല്ലുമ്പോ സ്വർഗമായിരിക്കും. രാമേട്ടനപ്പോ റിട്ടയർ ചെയ്യാൻ 1 കൊല്ലം കൂടെ ബാക്കിയുണ്ട്. അതുവരെ ഞാൻ ഇവിടെ നിന്നല്ലേ പറ്റൂ. പേടിക്കണ്ട, നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല. എടോ, ലോഡ്ജില് തന്റെ ആ കട്ടില് ഒഴിഞ്ഞു തന്നെ കിടപ്പുണ്ടാവും അല്ലേ? എനിക്കത് മതിയടോ 1 കൊല്ലം കഴിഞ്ഞുകൂടാൻ. രാമേട്ട വേണ്ട, തന്റെ ഈ സെന്റിമെന്റ്സും കരച്ചിലും ഒന്നും വേണ്ട. ട്രെയിനിന് സമയമാവണം. ഞാൻ ഇവരെ സ്റ്റേഷനിൽ വിട്ടുവരാം. അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ള അരുന്ധതി. ബാക്കി ഇവിടെ കിടന്നോട്ടെ. നാട്ടിലേക്ക് വരുമ്പോ വല്ലപ്പോഴും ഒക്കെ ഞങ്ങളുടെ വീട്ടിലേക്കും വരണം കേട്ടോ. ഇനി സമയം കളയണ്ട. രണ്ടുപേരും മനസ്സ് തുറന്നു തിരിച്ചിട്ട് പുതിയ ലൈഫ് തുടങ്ങിയാട്ടെ. ആ ലോക്കെവിടെ? നമ്പർ ലോക്കാ. ഇനി നമ്പർ മറക്കണ്ട. 6929. എത്രയാ? 6929.